ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഫെബിന്റെ കല്യാണ പന്തലിൽ ബാക്കി നിന്ന ആളുകളുടെ ബഹളങ്ങൾക്കിടയിലൂടെ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ബീരാന്. അയാളുടെ നെഞ്ചരിപ്പ് വല്ലാതെ കൂടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോട്ടും ചൂട്ടുമിട്ട് വലിയ കോടീശ്വരനായി ശ്രുതിയുടെ ദുബായിലെ ഇളയച്ചനായി അഭിനയിച്ച് നടക്കുകയായിരുന്നല്ലോ അയാള്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കാറിൽ കയറി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി വരുന്നത്. ഒട്ടേക്ക ഇളയച്ച ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? ആ ശബ്ദം കേട്ടപ്പോൾ ബീരാന്റെ കാലുകൾ തരിച്ചുപോയി. ഞെട്ടലോടുകൂടെ അയാൾ തിരിഞ്ഞു നോക്കി. സച്ചി രേവതിയുമാണ്. സച്ചിയുടെ ചുണ്ടിൽ ഒരു പരിഹാസം നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. രേവതിയുടെ കണ്ണുകളിൽ ആളിക്കത്തുന്ന കലിയും. ബീരാന്റെ തൊണ്ട വല്ലാതെ വരണ്ടു. പഠിച്ച പണി 18 നോക്കിയിട്ടും അവർക്കിടയിൽ നിന്നും ഊരിപ്പോരാനൊന്നും അയാൾക്ക് കഴിഞ്ഞില്ല. സച്ചി, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു, അതാ, ബീരാൻ വിക്കി വിക്കി പറഞ്ഞു. വിയർപ്പ് കണങ്ങൾ അയാളെ നെറ്റിയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അത്യാവശ്യമോ? സ്വന്തം അനന്തരവന്റെ കല്യാണം പോലും കൂടാതെ എന്ത് അത്യാവശ്യം? അല്ലെങ്കിലും ശ്രുതിയുടെ ഇളയച്ചനായ ദുബായിലെ വലിയ കോടീശ്വരൻ ജയരാജൻ ഇവിടെ എന്താ ഇയാൾക്ക് പരിപാടി? രേവതിയുടെ വാക്കുകൾ ചാട്ടുള്ളി പോലെയാണ് ബീരാന്റെ നെഞ്ചിലേക്ക് അങ്ങ് തെറഞ്ഞു കയറിയത്. പറയടോ, താൻ ആരാ? എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീർക്കും. സച്ചി ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ബീരാന്റെ കോളറിന് കുത്തിനങ്ങ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ബീരാൻ എല്ലാം തുറന്നു പറഞ്ഞു. താൻ കോടീശ്വരനായ ജയരാജനല്ല എന്നും വെറും ഒരു ഇറച്ചിവെട്ടുകാരൻ ബീരാനാണെന്നും കുറച്ച് പൈസയ്ക്ക് വേണ്ടി ശ്രുതി പറഞ്ഞിട്ട് ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ വന്നതാണെന്നും അയാൾ സമ്മതിച്ചു. എങ്കിൽ ഒരേ ഒരു വഴിയേ ഇനി നിന്റെ മുന്നിലുള്ളൂ. നീ ഞങ്ങളുടെ കൂടെ വരണം. വീട്ടിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഈ സത്യങ്ങളെല്ലാം തന്നെ നീ പറയണം. അവരൊക്കെ പാവങ്ങളാ. അവരെ ഇത്രയും കാലം ആ ശ്രുതി പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സച്ചി തീർത്തു പറഞ്ഞു. അയ്യോ, ഞാനില്ല. അവിടെ വന്നാൽ ശരിയാവത്തില്ല. എന്നെ വെറുതെ വിടടോ. ബീരാൻ കെഞ്ചി നോക്കി. വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ചു വണ്ടിയിലങ്ങ് കയറ്റും. മര്യാദക്ക് വന്നോളണം. സച്ചിയുടെ കണ്ണിലെ കലി കണ്ട് ബീരാന് പിന്നെ മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതേസമയം വീട്ടിലൊരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നൊന്നും അറിയാതെ വലിയ സന്തോഷത്തിലായിരുന്നു ശ്രുതി. കല്യാണം കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് എത്തിയവൾ അടുക്കളയിൽ പാട്ടുപാടി ചായ തിളപ്പിക്കുകയായിരുന്നു. ഇത്രയും കാലം താൻ വളരെ ശ്രദ്ധയോടെ കെട്ടിപ്പണിതുണ്ടാക്കിയ നുണക്കോട്ടുകൾ സുരക്ഷിതമാണെന്ന അഹങ്കാരം അവളുടെ ഓരോ ചലനങ്ങളിലും ഉണ്ടായിരുന്നു. ഇളയച്ചൻ തന്റെ അഭിനയം ഗംഭീരമാക്കിയെന്നും ഇനി ആർക്കും ഒരു സംശയം തോന്നാൻ വഴിയില്ല എന്നും അവൾ വിശ്വസിച്ചു. പുറത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സച്ചിയും രേവതിയുമാണ് വരുന്നത്. കാറിലിരിക്കാൻ ബീരാനോട് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറി. ശ്രുതി, എടി ശ്രുതി, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. രേവതിയുടെ ഉറക്കെയുള്ള ആ ഒരു വിളി കേട്ട് ശ്രുതി തിടുക്കത്തിൽ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നു. എന്താ രേവതി, എന്താ രണ്ടുപേരുടെ മുഖത്ത് വല്ലായ്മ? കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവൾ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു, അതൊന്നുമല്ല. അല്ല ശ്രുതി, നിന്റെ ഇളയച്ചൻ അവിടെ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നു കേട്ടല്ലോ? രേവതി ചോദിച്ചപ്പോൾ ശ്രുതിയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടലുണ്ടെങ്കിലും അവൾ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ മറച്ചു പിടിച്ചു. എന്റെ ഇളയച്ചനോ? നാട്ടിലോ? ഇളയച്ചൻ നാട്ടിലൊന്നും വന്നിട്ടില്ല. ദുബായിൽ ഭയങ്കര ബിസിയാ. നാട്ടിൽ വന്നിരുന്നുവെങ്കിൽ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുവോ? ശ്രുതി പറഞ്ഞു. അല്ല, ഇളയച്ചനെ പോലൊരാളെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടു, അതാ ചോദിച്ചത്. നാട്ടിലെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് സച്ചി ഒട്ടും വീഴാതെ തന്നെ ചോദിച്ചു. നിങ്ങൾ കാള് മാറിപ്പോയതായിരിക്കും. എന്തായാലും ഞാൻ ഇളയച്ചനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശ്രുതി തന്റെ ഫോണെടുത്ത് കൂട്ടുകാരി മീരയെ വിളിച്ചു. സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ വെച്ചുള്ള ഗംഭീര ഒരു നാടകം തന്നെയായിരുന്നു അത്. ഹലോ ഇളയച്ച, ഇളയച്ചൻ എവിടെയാ? ദുബായിലാണോ? ആ, ശരി ശരി. ഇവിടെ സച്ചിയും രേവതിയും ചോദിച്ചു, അതാ ഞാൻ വിളിച്ചേ. ഞാൻ പിന്നെ വിളിക്കാം ഇളയച്ച. മീരയ്ക്ക് കാര്യം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവൾ ഏതോ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മീരയ്ക്ക് തോന്നി. ശ്രുതി ഫോൺ കട്ട് ചെയ്തു. കണ്ടോ, ഇളയച്ചൻ ദുബായില, അവൾ വിജയഭാവത്തിൽ തന്നെ പറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ, ദുബായിലാണല്ലേ? എന്നാ പിന്നെ ദേ ഈ വരുന്ന ആളാരാണെന്ന് നോക്കിക്കേ. സച്ചി വാതിൽക്കിലേക്ക് കൈ ചൂണ്ടി. ശ്രുതി തിരിഞ്ഞു നോക്കിയതും അവളുടെ തലച്ചോറിലൂടെ 1000 വോൾട്ടിന്റെ ഇടിമിന്നൽ കടന്നു പോയതുപോലെ തോന്നി. മുണ്ടും ഷർട്ടും ധരിച്ച് വിയർത്തൊലിച്ചു നിൽക്കുന്ന ബീരാൻ. അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സച്ചിയും രേവതിയും എല്ലാം അറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ, ലോകം വട്ടം കറങ്ങുന്നത് പോലെയൊക്കെ ശ്രുതിക്ക് തോന്നി. ഇതാരാണെന്ന് മനസ്സിലായോ ശ്രുതി? കണ്ടിട്ട് മനസ്സിലായില്ലേ? നിന്റെ ദുബായിലെ ഇളയച്ചനല്ലേ ഇത്? രേവതി ചോദിച്ചു. ശ്രുതിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ ചുണ്ടുകൾ വിറച്ചു. തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി. സച്ചിയും രേവതിയും മാറി മാറി നോക്കുന്ന ആ ഒരു അവസ്ഥ ദയനീയമായിരുന്നു. ഈ ബഹളം കേട്ടിട്ടുകൊണ്ടാണ് ചന്ദ്രമതിയും രവീന്ദ്രനും സുധിയും വർഷയും ശ്രീകാന്തും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും ഹാളിലേക്ക് എത്തുമ്പോൾ കാണുന്നത് തല കുനിച്ച് കുറ്റവാളിയെ പോലെ നിൽക്കുന്ന ബീരാനെയും പേടിച്ച് വിറച്ച് നിൽക്കുന്ന ശ്രുതിയെയുമാണ്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ഇതാരായി നിൽക്കുന്നത്? ചന്ദ്രമതി നെറ്റി ചുളിച്ചു. ഭയങ്കര കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന അവളുടെ ആ ഒരു വേഷപ്പകർച്ച കണ്ട് അവർക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. ആഹാ, ഇത് ശ്രുതിമോളുടെ ഇളയച്ചനല്ലേ? ഇതെന്താ ഈ വേഷത്തില്? ഇപ്പോഴേക്ക് നാട്ടിലെത്തിയത്? ഇരിക്കാം, രവീന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇളയച്ചൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല അച്ഛാ, നാട്ടിൽ തന്നെയുണ്ടായിരുന്നു, സച്ചി പറഞ്ഞു. ആഹാ, നാട്ടിലുണ്ടായിരുന്നോ? നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം സച്ചി? രവീന്ദ്രൻ ചോദിച്ചു.
പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ അല്ലേ പാർലേട്ടത്തി? സച്ചി ശ്രുതിയെ നോക്കി ചോദിച്ചു. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടിൽ അവളിങ്ങനെ കുടുങ്ങിപ്പോയി. അതെന്താ ശ്രുതി നീ പറയാതിരുന്നത്? ദുബായിലെ സിംഗപ്പൂരിലോ ആണെന്നല്ലേ നീ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞത്? ചന്ദ്രമതി ചോദിച്ചു. അതിന് ഇവൾക്ക് ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. സച്ചി വീണ്ടും ആഞ്ഞടിച്ചു. ശ്രുതിയുടെ മുഖം വല്ലാതെ വിളറിയുന്നു. മോളെ ശ്രുതി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇളയച്ചൻ വന്നിട്ട് നിനക്കൊരു സന്തോഷവുമില്ലേ? പോയി ചായ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വായോ. ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സച്ചി സമ്മതിച്ചില്ല. അതെ അതെ, പെട്ടെന്ന് പോയി എടുത്തോണ്ട് വായോ. ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് എന്തിനാ? സച്ചിയുടെ പരിഹാസം ശ്രുതിയെ കൂടുതൽ തളർത്തി. എടാ സച്ചി, നീ എന്തിനാ അവളെ ഇങ്ങനെ ആക്കി സംസാരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? രവീന്ദ്രൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അച്ഛാ, ഇത്രയും കാലം ഈ പറയുന്ന പാർലറെടുത്ത് നമ്മളെയൊക്കെ ചതിക്കുമായിരുന്നു. ഈ നിൽക്കുന്ന ആള് ഇവളുടെ ഇളയച്ചനൊന്നുമല്ല. സച്ചി പൊട്ടിത്തെറിച്ചു. നീ എന്താടാ ഈ പറയുന്നത്? നീ കല്യാണത്തിന് പോയിട്ട് മദ്യപിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? നിനക്ക് എന്താടാ തലക്ക് വല്ല ഭ്രാന്തും പിടിച്ചോ? ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. ഭ്രാന്ത് എനിക്കല്ല, ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ പൊന്നോമന മരുമകൾക്കാ. സച്ചി ഒട്ടും വിട്ടുകൊടുത്തില്ല. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മരുമോളെക്കുറിച്ച്. ചന്ദ്രമതി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, അമ്മക്ക് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ നിൽക്കുന്ന ആള് ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, രേവതിയും പറഞ്ഞു. അല്ല, ഇളയച്ചനല്ലേ? പിന്നെ ആരാ? രവീന്ദ്രൻ ചോദിച്ചു. ശ്രുതിയും ഒന്നും മനസ്സിലാവാതെ നിൽക്കുമായിരുന്നു. ഇവര് വെറുതെ കള്ളം പറയുന്നതാച്ചാ. ശ്രുതി അവസാനത്തെ അടവും പയറ്റി നോക്കി. സച്ചി നേരെ ബീരാന്റെ അടുത്തേക്ക് ചെന്നു. പറയടാ, എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നീ വ്യക്തമായിട്ട് പറ. ഈ നിൽക്കുന്ന ശ്രുതി നിന്റെ ചേട്ടന്റെ മോളാണോ? ബീരാൻ പേടിയോടുകൂടെ എല്ലാവരെയും നോക്കി. ചന്ദ്രമതിയും ചോദിച്ചു. അല്ലേ, നിങ്ങളുടെ ചേട്ടന്റെ മോളല്ലേ ഇവള്? അല്ല, ഇവരേതാണെന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല, ബീരാന് പറഞ്ഞു. ഇത് കേട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ആകെ ഞെട്ടിപ്പോയി. എന്താ നിങ്ങളീ പറയുന്നത്? രവീന്ദ്രൻ ചാടി എഴുന്നേറ്റു. അതെ, ഞാൻ ഈ ടൗണിലൊരു ഇറച്ചിക്കട നടത്തുന്നവനാണ്. ഇന്ന് കല്യാണം നടന്ന ഫെബിന്റെ അമ്മാവനാ ഞാന്, അല്ലാതെ ഇവളുടെ ഇളയച്ചനൊന്നുമല്ല. ബീരാൻ സത്യങ്ങളെല്ലാം തന്നെ അവരോടെല്ലാം തുറന്നു പറഞ്ഞു. ഫെബിന്റെ കല്യാണത്തിന് പോയപ്പോൾ തങ്ങൾ അവിടെ വെച്ച് ഇയാളെ കണ്ട കാര്യങ്ങളൊക്കെ സച്ചിയും രേവതിയും വിശദീകരിച്ചു. ചന്ദ്രമതിക്കും കുടുംബത്തിനും അതൊരു വലിയ പ്രഹരം തന്നെയായിരുന്നു. അവൾക്കെല്ലാം ഇതൊരു പുതിയ അറിവായിരുന്നു. സുധി, നിനക്കിതൊക്കെ അറിയാമായിരുന്നോ? രവീന്ദ്രൻ ദേഷ്യത്തോട് ചോദിച്ചു. ഏയ്, എനിക്കറിയില്ല അച്ഛാ, ഞാൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത്, സുധി പറഞ്ഞു. അപ്പോ എല്ലാവരും കൂടി ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ? സത്യം പറയടി, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ചതിച്ചത്? രവീന്ദ്രൻ ശ്രുതിയോട് അലറി. എനിക്കൊന്നും അറിയില്ല അച്ഛാ. ശ്രുതിക്ക് അറിയാൻ തുടങ്ങി. അപ്പോ ഇവളുടെ ഈ അച്ഛൻ ദുബായിലാണെന്നും കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞതോ? നിങ്ങൾക്ക് അയാൾ അറിയാമായിരുന്നില്ലേ? രവീന്ദ്രൻ വീണ്ടും വീരാനോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല സാറേ. ദുബായിലാണോ സിംഗപ്പൂരിലാണോ കോടീശ്വരനാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് വന്ന് ഇളയച്ചൻ വേഷത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ അഭിനയിച്ചു. അതുകൊണ്ട് ഇന്ന് എൻ്റെ അനന്തരവന്റെ കല്യാണം പോലും എനിക്ക് കൂടാൻ പറ്റിയില്ല, ബീരാൻ സങ്കടത്തോടെ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കണ്ണിൽ നിന്നും തീ പാറുന്നുണ്ടായിരുന്നു. തങ്ങളെ ഇത്രയും കാലം ഒരുത്തി വിഡ്ഢികളാക്കുകയായിരുന്നു എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ശ്രുതിക്ക് അവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് പോലും അവൾ ആഗ്രഹിച്ചു. പിടിക്കപ്പെട്ടുവെന്ന് പൂർണ്ണമായി ഉറപ്പായപ്പോൾ ശ്രുതി കരച്ചിൽ നാടകം തുടങ്ങി. അവൾ നേരെ ഓടിച്ചെന്ന് സുധിയുടെ കാലിലേക്ക് അങ്ങ് വീണു. സുധി, എന്നോട് ക്ഷമിക്ക്. എനിക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നതാ. എന്നോട് പൊറുക്ക്. അവൾ കാല് പിടിച്ച് കരഞ്ഞു. മിണ്ടിപ്പോവരുത് നീ. മിണ്ടാതിരിക്കാനാണ് നിന്നോട് പറഞ്ഞത്. സുധി അവളെ വെറുപ്പോടുകൂടി അങ്ങ് തട്ടി മാറ്റി പിന്നിലേക്ക് മാറി. എന്നാലും നീ ഇത്ര വലിയ തരികിടയാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. രേവതിയും സച്ചിയുമൊക്കെ പലവട്ടം പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചില്ല, രവീന്ദ്രൻ നിരാശയോടെ പറഞ്ഞു. ഇതുവരെ നിശബ്ദമായി നിന്ന ചന്ദ്രമതി കൊടുങ്കാറ്റ് പോലെ ശ്രുതിക്ക് നേരെങ്ങ് പാഞ്ഞെടുത്തു. അവർ ശ്രുതിയുടെ മുറിക്കങ്ങ് കുത്തിരി പിടിച്ചു. എന്താണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത്? നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞ് ഇവനെ പലവട്ടം നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ നാടകം കളിച്ച് തകർക്കുവാണെന്നല്ലോടി. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്. ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ചന്ദ്രമതി അവളെ വലിച്ചഴിച്ച് പുറത്തേക്കിട്ടു. ആന്റി, ആന്റി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ആന്റിയോ? ആരുടെ ആന്റി? അങ്ങനെ വിളിക്കാൻ പോലും നിനക്കിനി യാതൊരുവിധ യോഗ്യതയുമില്ലടി. ഇത്രയും കാലം വളരെ മാന്യമായിട്ട് നീ ഞങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? ഇനി നിന്നെ ഇവിടെ ഞങ്ങളെ വെച്ച് വാഴിക്കണമല്ലേ? ഒരു കാരണവശാലും ഇല്ലടി. എൻ്റെ കൊക്കിന് ജീവനിലോടത്തോളം കാലം അതൊരിക്കലും നടക്കില്ലടി. ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി. ശ്രുതി വീണ്ടും സുധിയുടെ കാലിലങ്ങ് വീഴാൻ നോക്കി. സുധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ കാണ പോലും വേണ്ട. സുധിയും മുഖം തിരിച്ചു. ഒടുവിൽ ചന്ദ്രമതി ശ്രുതിയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളി. മര്യാദക്ക് പോയിക്കൊള്ളണമെന്ന് താക്കീത് നൽകി. പിന്നെ അവർ ബീരാന് നേരെ തിരിഞ്ഞു. ഇവനെ കണ്ടപ്പോൾ തന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം. ഇവനൊക്കെ ഇപ്പൊ തന്നെ പോലീസിലേക്ക് പിടിച്ച് ഏൽപ്പിക്കണം. വേണ്ടമ്മേ, പോലീസ് കേസും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അയാൾ പൊയ്ക്കോട്ടെ, സച്ചി പറഞ്ഞു. വീടിന് പുറത്തായി ശ്രുതി അക്ഷരാർത്ഥത്തിൽ അങ്ങ് പെട്ടുപോയിരിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ടേക്ക് പോകണമെന്നോ അവൾക്കറിയില്ലായിരുന്നു. സ്വന്തം തന്ത്രങ്ങളെല്ലാം തന്നെ പാളിയതിന്റെ തളർച്ച അവളിലുണ്ടായിരുന്നു.
വഴിയിൽ നിന്നും അവൾ മീരയെ വിളിച്ചു. സകല കാര്യങ്ങളും അവൾ മീരയോട് പറഞ്ഞു. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവൾ മീരയുടെ അടുത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ചന്ദ്രമതിയുടെ ദേഷ്യവും സങ്കടവും അടങ്ങിയിരുന്നില്ല. അവർ നേരെ പോയത് ബാമയെ കാണാനാണ്. ഈ കല്യാണാലോചന കൊണ്ടുവന്നതും ശ്രുതിയുടെ കുടുംബത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ബാമയായിരുന്നല്ലോ. ബാമേ, നിങ്ങളല്ലേ പറഞ്ഞത് അവളുടെ അച്ഛൻ മലേഷ്യയിലാണ്, ദുബായിലാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ? നിങ്ങൾ അവളെക്കുറിച്ച് വല്ലതും അറിയാമായിരുന്നോ? ചന്ദ്രമതി ബാമയോട് ചോദിച്ചു. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല ചന്ദ്രമതി. അവളെ കണ്ട് പരിചയമേ ഉള്ളൂ. പിന്നെ അവൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കവ അറിയത്തുള്ളൂ. ബാമ സത്യം പറഞ്ഞു. താനും തന്റെ കുടുംബവും എത്രത്തോളം കബളിക്കപ്പെട്ടു എന്ന് ചന്ദ്രമതിക്ക് അപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലായത്. ശ്രുതിയുടെ അച്ഛനാരെ അമ്മയാരെ എന്നൊന്നും ആർക്കും അറിയില്ല. ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ നുണകളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നഴിഞ്ഞപ്പോൾ ശ്രുതിയും നാണക്കേട് കൊണ്ട് തലയുയർത്താൻ കഴിയാതെ ശ്രുതിയും ബാക്കിയായി. സച്ചിക്കും രേവതിക്കും ഇതൊരു വലിയ ആശ്വാസമായിരുന്നു. നാളുകളായ അവളുടെ ശ്രമമാണ് ഇന്ന് ഫലം കണ്ടത്. നിന്നെയും കൂടെ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കേണ്ടതാ. ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാൻ പറ്റിയില്ലല്ലോ. സ്വന്തം ഭാര്യ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? രവീന്ദ്രന്റെ വാക്കുകൾ സുധീരെ നെഞ്ചിലങ്ങ് കൊണ്ടു. സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ വെച്ച് അവനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ വീടിന്റെ അന്തരീക്ഷം ശാന്തമാക്കാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. തീരാത്ത കള്ളങ്ങളുടെ ഭാരം ഇറക്കി വെച്ച് ആശ്വാസമുണ്ടെങ്കിലും ഇനി എന്ത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കിനി കാണാൻ കഴിയും. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.